ഇന്റേൺഷിപ്പിന് ഹോസ്പിറ്റലിൽ കയറിയതുകൊണ്ട് ഇപ്പോൾ രാവിലത്തെ ജോലിഭാരം കുറയ്ക്കാനായിട്ട് വൈകുന്നേരങ്ങളിൽ കുറച്ച് ജോലി അങ്ങ് ഒതുക്കി വെക്കും. ഇന്ന് വൈകിട്ട് വന്ന കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ കയറി രാത്രിയിലേക്കുള്ള ചപ്പാത്തിക്ക് അങ്ങ് കുഴച്ച് വെച്ചു. എന്നിട്ട് രാവിലെ വെള്ളത്തിട്ടിരുന്ന കടല കഴുകി കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഏലക്ക തൊലി കളഞ്ഞതും സവാളയും തക്കാളിയും കട്ട് ചെയ്തതും ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് കുക്കർ അടച്ച് സ്റ്റൗവിൽ അങ്ങ് വെച്ചു. എന്നിട്ട് ചായ അങ്ങിട്ടു. രാവിലെ വൈകിട്ട് ഓരോ ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. രാവിലത്തെ ചായ ഒഴിവാക്കാനേ പറ്റില്ല. ഇങ്ങനെ ഒരു ശീലം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ചായ കുടിക്കാൻ പാവച്ചപ്പോൾ കുഞ്ഞിക്ക് ബിസ്ക്കറ്റ് കൊടുത്തത്, പിന്നെ രാവിലത്തെ കുറച്ച് പുട്ടിരുന്നതും കൂടി കഴിച്ചു. പിന്നെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം അങ്ങ് അടുക്കി വെച്ചു. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി അങ്ങ് വെച്ചു. അങ്ങനെ രാവിലെ കഴുകി വെള്ളത്തിൽ ഇട്ടിരുന്ന അരിയും ഉഴുന്നും ഒന്നുകൂടി കഴുകി മിക്സിയിൽ അരയ്ക്കാൻ അങ്ങിട്ടു. അങ്ങനെ അരിയും ഉഴുന്നും അരച്ചു കഴിഞ്ഞപ്പോഴേക്കും അനിച്ചേട്ടൻ മീൻ കൊണ്ടുവന്നു. പിന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി വറുക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ പുരട്ടി ഒരു പാത്രത്തിൽ അടച്ചങ്ങ് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചു. ഇനി കടൽക്കറി വെക്കാനായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഒരു പാത്രത്തിൽ അങ്ങ് എടുത്തു. എന്നിട്ട് ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകും ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് മൂത്ത് വന്നപ്പോൾ എടുത്തു വെച്ചിരുന്ന പൊടിയും കൂടിയിട്ട് പച്ചമണം മാറിയ വേവിച്ച് കടലയും അതിലേക്കിട്ട് കുറച്ച് കടല മിക്സിയിൽ അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചു. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തറയെല്ലാം കഴുകി വൃത്തിയാക്കി കുഴച്ച് വെച്ചിരുന്ന മാവ് ഉണ്ടകളാക്കി ഓരോന്നും പരത്തി അങ്ങ് എടുത്തു. ചൂട്ടുപോലാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. അങ്ങനെ ചപ്പാത്തിയും കടലക്കറിയും കൂടി ഇന്നത്തെ അത്താഴം കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ബായ്.